രഘു തന്ത്രിയുടെ വീടിന് സമീപത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലേക്ക് ഈ ആരോഗ്യ പരിശോധനയ്ക്കായി കൊണ്ടുവരും എന്നാണ് കണക്കാക്കുന്നത്. മണിക്കൂറുകളായി ചോദ്യം ചെയ്യലുമൊക്കെ നടന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും എല്ലാവരെയും സംബന്ധിച്ച് തന്ത്രിയിലേക്ക് എത്തുക, തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നത് ഞെട്ടലോടുകൂടി തന്നെയാണ് പൊതുസമൂഹം ഇത് കേൾക്കുന്നുണ്ടാവുക. കാരണം ശബരിമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ശബരിമല അയ്യപ്പൻ്റെ പിതൃസ്ഥാനം എന്ന നിലയ്ക്ക് തന്നെ എല്ലാവരും കൽപ്പിച്ചു പോരുന്ന സ്ഥാനത്തിരുന്നൊരാൾ ഈ ഒരു കവർച്ചയ്ക്ക് കൂട്ടുനിന്നോ എന്ന ഒരു വലിയ ആശങ്ക എല്ലാവരിലും ഉണ്ടാകും. അവിടെ എന്തെങ്കിലും പ്രത്യേക ഒരു സുരക്ഷ ഏർപ്പെടുത്തേണ്ട എന്തെങ്കിലും സാഹചര്യമുണ്ടോ? കുടുംബത്തിൽ നിന്ന് മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുകയോ പ്രതികരിക്കുകയോ ഉണ്ടായോ രഘു? ദിവിഷ്, താഴമൺ മഠത്തിൻ്റെ വീടുകളാണ്, ആ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ വീടാണ് ഇതിന് ചുറ്റുമുള്ളത്. നമുക്ക് നേരെ കാണുന്നതാണ് കണ്ഠര് രാജീവരുടെ വീട്. കഴിഞ്ഞ ഈ അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ ഒരിക്കൽ നമ്മൾ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത് ക്ഷേത്രത്തിലെ താന്ത്രികപരമായിട്ടുള്ള അവകാശങ്ങൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ, അതിൻ്റെ അഡ്മിനിസ്ട്രേഷനും അതിൻ്റെ സ്വത്തിൻ്റെ സംരക്ഷണ ചുമതലയെല്ലാം ദേവസ്വം ബോർഡിനാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ശബരിമല ക്ഷേത്രം മാത്രമല്ല, കേരളത്തിന് പുറത്തുമുള്ള ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ തന്ത്രിയാണ് കണ്ഠര് രാജീവര്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത്. പാരമ്പര്യമായിട്ട് അവർക്ക് കൈമാറി വന്നതാണ് ശബരിമലയിലെയും താന്ത്രിക അവകാശം. സ്വാഭാവികമായി തന്നെ നമ്മൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ ക്ഷേത്രത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായി തന്നെ തന്ത്രിയുടെ അനുമതി, അതിന് പറയുന്നത് അനുജ്ഞ വാങ്ങുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് തന്നെ തന്ത്രിയോട് അനുജ്ഞ വാങ്ങാറുണ്ട്. തന്ത്രിയുടെ അനുമതിയോടുകൂടി മാത്രമേ ക്ഷേത്രത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ശബരിമല പോലെയുള്ള വലിയ ക്ഷേത്രങ്ങളിൽ ദിവസവും തന്ത്രിയുടെ സാന്നിധ്യം അവിടെയുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെ ദിവസവും തന്ത്രിയുടെ സാന്നിധ്യം പൂജകൾക്കൊന്നും ഉണ്ടാവാറില്ല. സ്വാഭാവികമായി തന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമായിരിക്കാം ഇത്. കാരണം തന്ത്രിക്ക് എന്താണ് ഇതിനകത്ത്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ അനുജ്ഞ കൊടുക്കും അദ്ദേഹം. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ സ്വകാര്യ ക്ഷേത്രങ്ങളോ ആണ് അതിൻ്റെ ഭരണം നിർവഹിക്കുക. ആ ഭരണം സമിതി പറയുന്ന ആവശ്യങ്ങളോട് സ്വാഭാവികമായി തന്നെ അനുമതി നൽകുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭരണപരമായ താന്ത്രികപരമായ ചുമതലയും അവകാശവും കൂടിയാണ്. നമ്മളുടെ എല്ലാവരുടെയും ഒരു സംശയം സ്വാഭാവികമായിട്ട് തന്നെ ഇത്ര അധികം 10,000 അല്ലെങ്കിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുടെ താന്ത്രിക ചുമതലയുള്ള ഈ ഇത്തരത്തിലുള്ള അയ്യപ്പന്മാരടക്കം വലിയ രീതിയിൽ നമുക്ക് ശബരിമലയിൽ പോയാൽ കാണാം. അദ്ദേഹത്തെയും അയ്യപ്പനെ കാണുന്നത് പോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതൊക്കെയുള്ള ഭക്തർ കാണുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഇത്തരത്തിലുള്ളൊരു തട്ടിപ്പിന് ബോധപൂർവം കൂട്ടുനിൽക്കുമോ എന്നുള്ളതാണ് എല്ലാവരും സംശയം ഉന്നയിക്കുന്ന ചോദ്യം, അല്ലെങ്കിൽ എല്ലാവർക്കും ആശങ്ക ഉണ്ടാക്കുന്ന ചോദ്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് തന്ത്രിയാണ്, കണ്ഠര് രാജീവരാണ് എന്നുള്ളൊരു മൊഴി പത്മകുമാർ കൊടുത്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഒരുപക്ഷെ ഇതിൻ്റെ വിശദാംശങ്ങൾ സ്വാഭാവികമായിട്ട് തന്നെ ഈ അന്വേഷണം ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ഇവർ റിപ്പോർട്ട് നൽകുമ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. സ്വാഭാവികമായി തന്നെ ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത് പത്മകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് തന്ത്രിയായിരിക്കാം. സ്വാഭാവികമായിട്ട് തന്നെ മറ്റ് വിശദാംശങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ സാമ്പത്തിക ഇടപാടുകളോ മറ്റോ ഉണ്ടാകാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാകാം തന്ത്രിയെ നിലവിൽ ചോദ്യം ചെയ്തതും അദ്ദേഹത്തിൻ്റെ അറസ്റ്റിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതും. അല്പസമയം മുമ്പ് നമ്മൾ മാധ്യമപ്രവർത്തകരിൽ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവും മകളും ഒക്കെയുണ്ട്. അവരോട് സംസാരിച്ചിട്ടോ വളരെ വൈകാരികമായിട്ടാണ് അവർ പ്രതികരിച്ചത്. കരഞ്ഞുകൊണ്ടാണ് നമ്മളോട് പ്രതികരിച്ചതെല്ലാം അയ്യപ്പൻ തെളിയിക്കും. പക്ഷേ അവർ പറയുന്നൊരു കാര്യം, ആദ്യം മുതൽ തന്നെ കുടുംബത്തെ വേട്ടയാടാനുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും എല്ലാം അയ്യപ്പൻ നോക്കട്ടെ, അല്ലെങ്കിൽ ദൈവം കാക്കട്ടെ എന്നുള്ള രീതിയിലുള്ളൊരു അതിവൈകാരികമായ പ്രതികരണമാണ് കുടുംബം നടത്തിയത്.